ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു തിക്കായിട്ടുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാം, നല്ല തിക്കായിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കൻ കറി വെക്കുവാണെങ്കിൽ ഇതേപോലെയൊക്കെ വെക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ഇട്ടത് കൊണ്ട് തന്നെ വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3.5 കിലോ ചിക്കൻ ഇതേപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ ഇച്ചിരി ഒരു വലിയ പീസൊക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളാണ്: ഒരു 5 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഗരം മസാല 1 ടീസ്പൂണും, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ജീരകം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കുറേയേറെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പച്ചമുളക്, ഇതുപോലെ ഒരു 20 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്. പിന്നെ ഇതെടുത്ത് വെച്ചിരിക്കുന്നത് 3 നാരങ്ങയുടെ നീരാണ്. പിന്നെ ഇത് ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്, മല്ലിച്ചപ്പ്, പുതിന, പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 2.5 കിലോ സവോളയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവോള പിന്നെ 2.5 കിലോ തന്നെ വേണം കേട്ടോ നമുക്ക്. ഞാനിതേപോലെ പിന്നെ പൊളിച്ചെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പില വേണം, ഒരു 10-30 വെളുത്തുള്ളിയും വേണം കേട്ടോ. അപ്പോൾ ഇത് എത്രയും ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഞാനൊരു പാനിലേക്കുണ്ടല്ലോ ഈ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ നാരങ്ങാനീരും കൂടെ ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇച്ചിരിയും കൂടെ വെള്ളം ചേർക്കണം കേട്ടോ. വെള്ളം കൂടെ ഒരു ശകലം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് നന്നായിട്ടൊന്ന് ഡൈല്യൂട്ടാക്കിയിട്ട് നല്ല ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് ആക്കി എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഞാനതൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനകത്തുണ്ടല്ലോ ഞാൻ പിന്നെ ഓയിൽ അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കൻ മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്രയും മസാല തന്നെ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കത് നന്നായിട്ട് ഞാൻ കൈവച്ചാണ് ഇളക്കുന്നത്. കൈവച്ച് ഇളക്കിയാൽ എല്ലായിടത്തും പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്ത് കൈവച്ച് നന്നായിട്ട് ഇളക്കി ഞാൻ വൃത്തിയാക്കി നല്ല രീതിയിൽ ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അതേപോലെ നമ്മുടെ സവാള എല്ലാം ഇതേപോലെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി ഇതേപോലെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അധികം കനം ഒന്നുമില്ലാതെയാണ് അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാനൊരു വലിയൊരു ഉരുളി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പം പിന്നെ ആ പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. സവാള മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ സവോളയൊന്ന് വേഗം വഴന്ന് വരാനായിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കിയൊന്ന് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് നന്നായിട്ട് സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ ഈ സവോള വേഗം സോഫ്റ്റായിട്ട് വരാനായിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാനെല്ലാം നന്നായിട്ട് ഇത്രയും നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വേണ്ടോ, നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ സമയം ഞാൻ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. ഇത് കണ്ടോ, ഈ സമയം ഞാൻ എടുത്ത് വെച്ച ഒരു 10-25 വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ആ വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് നല്ല രീതിയിലത് സോഫ്റ്റായി വരുമ്പം വേണം ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ. തക്കാളി നമുക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനൊരു 12 തക്കാളി എടുത്തിട്ടുണ്ട്. ഇടത്തരം മീഡിയം സൈസ് തക്കാളിയാണ്. 1 കിലോ തക്കാളിയാണ് കേട്ടോ, മീഡിയം സൈസാണ്. അത് ഞാൻ അരിഞ്ഞതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി നന്നായിട്ട് നമ്മൾ തക്കാളി എല്ലാം ഒന്ന് സോഫ്റ്റായിട്ട് വരണം കേട്ടോ.
അപ്പോൾ നമുക്ക് കണ്ടോ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കടായി ചിക്കൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഇച്ചിരി ഗ്രേവിയൊക്കെ വേണ്ടുന്നത് കൊണ്ട് ഞാനിങ്ങനെ ഒരു ചിക്കൻ കറി അങ്ങ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലേക്ക് മല്ലിച്ചപ്പും പുതിനയും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കടായി ചിക്കൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പേ കടായി ചിക്കൻ എൻ്റെ ചാനലിൽ 2 ചാനലിലും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു കടായി ചിക്കൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം തക്കാളിയും സവോളയും എല്ലാം സോഫ്റ്റായിട്ട് വന്നപ്പോൾ ഞാനതിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചിക്കൻ ഒരു 10-20 മിനിറ്റോളം ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേനെല്ലാം ചിക്കൻ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചിക്കൻ നമുക്ക് അതിലേക്ക് നാരങ്ങാനീര് ചേർക്കുമ്പോഴേ ചിക്കൻ നല്ലോണം സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഞാൻ വലിയ പാത്രം ആയതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല, പുറത്ത് തന്നെയാണ് ഒരു 20 മിനിറ്റോളം വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. അപ്പം പിന്നെ ഇളക്കി ഇതിനകത്ത് ഞാൻ ഇപ്പം വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമുക്കൊരു ശകലം വെള്ളം ചേർക്കേണ്ടി വരും, പക്ഷേ ഇപ്പം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞാൻ അടച്ച് വെക്കുവാണേ. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞെന്ന് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഇതേ കുഞ്ഞായിട്ട് തളയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് വരുന്നുണ്ട്. നമുക്ക് എന്നാലും പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് കണ്ടോ, ഇപ്പം നോക്കി ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ വെള്ളമൊക്കെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചിക്കൻ വെന്തിട്ടൊന്നുമില്ല കേട്ടോ, നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും ഇനി കുറച്ച് നേരം കൂടെ നമ്മൾ അടച്ച് വെച്ചാലുണ്ടല്ലോ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങി വരും കേട്ടോ. അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ കറി നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ പിന്നെ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരച്ചാണ് ചേർത്തിരിക്കുന്നത്, ഇങ്ങനെ ചതച്ചിട്ടാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ തക്കാളിയൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട്, പിന്നെ പൊടികളൊക്കെ നല്ലോണം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മസാലയുടെ മണമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ഇച്ചിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നോക്കുമ്പോൾ ഉപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഒന്നുകൂടെ കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഞാൻ ഈ ക്യാപ്സിക്കും പിന്നെ നമ്മുടെ സവാള ഇതുപോലെയാണ് അരിഞ്ഞത്, ക്യൂബ്സായിട്ടാണ് സവാള അരിഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഇതളിങ്ങനെ വിടർത്തിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഈ സമയത്ത് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഇതിനകത്ത് ചേർക്കണം. ഇതെന്താണെന്ന് വെച്ചാൽ അണ്ടിക്കണ്ണെന്ന് പറഞ്ഞ സാധനമാണേ. പലർക്കും അറിയാമായിരിക്കും. നമ്മുടെ ഈ നമുക്ക് ക്യാഷ്യൂനട്ട് അരച്ച് ചേർക്കുന്നതിന് പകരം അതിൻ്റെ ഈ പൊട്ടൊക്കെ ഉണ്ടല്ലോ, അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമേ. അതരച്ചങ്ങ് ചേർത്ത് കൊടുത്താൽ അത് കറിക്ക് നല്ല കൊഴുപ്പ് നല്ല തിക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ വെള്ളത്തിലിട്ടൊന്ന് കഴുകി വാരി വെക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അരയ്ക്കണം കേട്ടോ. നല്ല രീതിയിൽ അരഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു കൊഴുപ്പും നല്ലൊരു ടേസ്റ്റുമാണ് കറിക്ക്. അപ്പോൾ ഈ ക്യാപ്സിക്കൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല കൊഴുപ്പും നല്ല തിക്കായിട്ടാണ് കറി ഇരിക്കുന്നത്. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടാണ് കറി ഇരിക്കുന്നത്. ഈ സമയം ഞാൻ കുറച്ച് പുതിനയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിച്ചപ്പിൻ്റെയും പുതിനയുടെയും ഒക്കെ ടേസ്റ്റും മണമൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക്. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്റ്റൗ ഒന്നും ഓഫാക്കിയിട്ടില്ല, നന്നായിട്ട് തള വരുന്നുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ഉപ്പൊക്കെ പാകമായിരുന്നു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഇച്ചിരി സമയം കൂടെ ഞാൻ അടച്ചു വെച്ചായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കറി കണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ഒരു കടായി ചിക്കൻ്റെ ടേസ്റ്റൊക്കെ വരും കേട്ടോ. പക്ഷേ ഇച്ചിരി ഗ്രേവിയൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നല്ലൊരു വീഡിയോ ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടും. അടുത്ത നല്ല ഒരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും.
അപ്പോൾ ഇത് നമ്മൾ ഗീ റൈസിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. ഗീ റൈസിൻ്റെ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക് യു.